ഒരുത്തൻ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞു. ഇത്ര കഞ്ചാവ് വലിയുടെ ചുറ്റുടുവാവേ ലീഗൽ അല്ലാതെ ഒരാൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അയാളെ മുൻ നിലപാട് വെച്ചിട്ട് ഇപ്പൊ വന്നിട്ട് പിന്നെ സ്വാതന്ത്ര്യ സമരത്തിനാണല്ലോ പോയത്. ഇന്ന് പാട്ടുകാരനായിട്ടുള്ള വേടനെ ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വിട്ടയാണ്. അത് നീ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു വീഡിയോ ചെയ്യാനുള്ള മൂടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ വൈകിട്ടാകുമ്പോൾ ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ആൾക്കാർ ഭയങ്കര നിലപാടും ഭയങ്കര ഡയലോഗ് അടിയൊക്കെ ഉള്ള ഒരാളാണ് ശ്രീലക്ഷ്മി അറക്കൽ വലിയൊരു പോസ്റ്റൊക്കെ ഇട്ട് വെച്ചേക്കുന്നുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി അറക്കൽ ഇന്ന് വേടൻ്റെ കൂടെ ചേർന്ന് നിന്നിട്ട് സോഷ്യൽ ക്രിമിനൽ എന്നുള്ള രീതിയിൽ ഒരു ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ശ്രീലക്ഷ്മി അറക്കലിനെ പോലെ കുറച്ച് ടീമൊക്കെ ഇരുന്നിട്ട് വേടനെ നല്ല രീതിയിൽ ഇങ്ങനെ പുട്ടി അങ്ങോട്ട് തേച്ചിട്ട് നന്നായിട്ടൊക്കെ വെളുപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ലഹരി കേസിൽ അറസ്റ്റ് ചെയ്ത ഒരാൾ, അയാളുടെ ജാതിയോ മതമോ നിറമോ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. ക്രൈമാണ്. അയാൾ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഇന്ന് വന്നിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചിരുന്നു, ഇനി പുറത്ത് വന്നിട്ട് കാര്യങ്ങൾ പറയാമെന്നൊക്കെ പറയുന്നത് അയാൾ തന്നെ പറയുന്നത് ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്നത് 24 ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിനകത്ത് എന്തിനാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ പോകേണ്ട കാര്യം എന്താണ്? ഞാൻ നോക്കുന്നത് ശ്രീലക്ഷ്മി ഇറങ്ങിയ വലിയൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് വിട്ട് സോഷ്യൽ ക്രിമിനൽ എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് ഒരു പിന്തുണയൊക്കെ ഞാൻ കൊടുത്തും വെച്ചിട്ടുണ്ട്. എന്തിനാ പിന്തുണ എടുക്കുന്നത്? അയാൾ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് പോയാണ് വേടൻ അല്ല. ഈ നാട്ടിൽ ലീഗലല്ലാത്തൊരു കാര്യം ചെയ്തിട്ട് എക്സൈസ് പിടിച്ചു. അയാളുടെ കഴുത്തിൽ ഒരു പുലിപ്പല്ലുണ്ടായിരുന്നു. അത് ഒറിജിനൽ പുലിയുടെയാണെന്നുള്ള രീതിയിൽ റിപ്പോർട്ട് വരുന്നു. ഫോറസ്റ്റുകാർ മറ്റ് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ നാട്ടിൽ വേടെന്നുള്ള വ്യക്തിയെ ഏതെങ്കിലും അയാളുടെ വിമർശനത്തിൻ്റെ പേരിലാണോ അറസ്റ്റ് ചെയ്തത്? അല്ല, അയാൾ ലീഗലല്ലാത്ത കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ലീഗലല്ലാത്ത കാര്യങ്ങൾ അയാളുടെ കയ്യിൽ സൂക്ഷിച്ചു, അതുകൊണ്ട് അറസ്റ്റ് ചെയ്തു. ഇവിടെ കുറേ ടീം വന്നിട്ട് വെള്ള പെയിന്റ് അടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് കുറേ ചർച്ചകളിലൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ ചില മീഡിയക്കാരൊക്കെ ഉണ്ട്. 3-4 എഴുതുന്ന എഡിറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യുക. അതിനകത്തൊരു സ്ത്രീ ഇരുന്ന് പറയുകയാണ്, ഈ ലഹരി ഉപയോഗിക്കുന്നവർ പറഞ്ഞു ഇത്ര ഗ്രാമേ ഉള്ളായിരുന്നു, 9 പേരുണ്ടായിരുന്നു, ബാക്കിയുള്ളവരുടെ പേരൊന്നും നമ്മൾ വെളിയിൽ കേട്ടില്ലല്ലോ, ഈ 9 പേരും കൂടി ഇത് വലിച്ചു കഴിഞ്ഞാൽ എന്താവാനാ? ആയിക്കോട്ടെ, 9, 10, 15, 50 പേരും ആയിക്കോട്ടെ, ഇത് ലീഗലാണോ? ഈ സാധനം ലീഗലാണോ? അല്ല. പിന്നെ നിങ്ങൾക്ക് നാണമുണ്ടോ മീഡിയയിൽ വന്നിരുന്ന് വെളുപ്പിക്കാൻ? 9 പേര് വലിച്ച് അവർക്ക് എന്താണ് എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനിപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? പിന്നെ വേടൻ്റെ പേര് മാത്രം വന്നു നിങ്ങളുടെ മീഡിയക്കകത്ത്. പിന്നെ വേടൻ്റെ പേരല്ലാതെ 9 പേരുടെയും പേര് വന്നിട്ടുണ്ടോ? വേടൻ അറിയപ്പെടുന്നത് കൊണ്ടാണ് വേടൻ്റെ പേര് വന്നത്. ഇന്നലെ കുറച്ച് സംവിധായകരുടെ പേരല്ലേ വന്നത്. പിന്നെ കുറേ വെളുപ്പിക്കുന്ന ഈ ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള കോപ്പി പേസ്റ്റ് ടീമൊക്കെ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ വേടൻ്റെ പുലിപ്പല്ലിനുമായി ബന്ധപ്പെട്ട് അമ്പലപ്പറമ്പിൻ്റെ കാര്യമൊക്കെ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അമ്പലപ്പറമ്പിൽ ഒറിജിനൽ കിട്ടും, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഈ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടിട്ട് ഈ വേടനെ തടഞ്ഞു വെക്കാൻ എന്താ ഫോറസ്റ്റുകാർ പൊട്ടന്മാരാണോ കേരളത്തിൽ? ഡ്യൂപ്ലിക്കേറ്റ് കണ്ടിട്ട് വേടൻ്റെ കഴുത്തിൽ കിടക്കുന്ന പുലിപ്പല്ല് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കണ്ട് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണോ കേരളത്തിലെ ഫോറസ്റ്റുകാർ? ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ ജാതി 2 തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ ഇപ്പോഴും കാണുന്ന പോലെ മേൽജാതിക്കാർക്ക് കീഴ്ജാതിക്കാരോട് ഭയങ്കര കലിപ്പും തൊട്ടുകൂടായ്മയും. ഇതുപോലെ തന്നെ തിരിച്ചുകൊണ്ട് ഇത് അഡ്രസ്സ് ചെയ്യുന്നില്ല പല ആൾക്കാർ. തിരിച്ചുണ്ട് ചില ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ജാതിക്ക് വേണ്ടി സംസാരിക്കുന്ന, സാധാരണ ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്ന ഇവർ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതൊന്ന് ആത്മാർത്ഥമായിട്ട് 2 ഇവർക്ക് രാവിലെ എണ്ണിക്കുമ്പം ജാതി പറയണം, ഉച്ചയ്ക്കും ജാതി പറയണം, രാത്രിയിലും ജാതി പറയണം, കറുപ്പ് വെളുപ്പ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇവർ ബാക്കിയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇവർക്ക് അങ്ങ് ചൊറിച്ചില്ല. അങ്ങനെ ചൊറിയേണ്ട കാര്യമൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരാൾ അയാൾ വെളുത്തതോ കറുത്തതോ എന്തെങ്കിലും ആയിക്കോട്ടെ, അയാൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണ്ടേ? ഈ വിനായകനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വിനായകൻ്റെ അത്രയും ഈ നാട്ടിൽ അവസരം കിട്ടുന്നു, ന്യായീകരണം കിട്ടുന്നു വേറൊരു വ്യക്തി കേരളത്തിലുണ്ട്. വിനായകൻ എന്ത് ചെയ്താലും ഇവിടെ കുറേ എണ്ണം വന്നിട്ട് വിനായകൻ്റെ നിറമാണോ നിങ്ങളുടെ പ്രശ്നം? അല്ല. വിനായകൻ്റെ വായി കിടക്കുന്ന നാക്കാ ഇവിടുത്തെ പ്രശ്നം. വിനായകൻ പബ്ലിക്കായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കച്ചറ ഉണ്ടാക്കും. കുറേ ആൾക്കാർ വിനായകൻ കൈ ചൂണ്ടി നിൽക്കുന്ന ഒരു കാർട്ടൂണൊക്കെ എടുത്ത് ഭയങ്കര ഷെയർ ചെയ്യുന്നുണ്ട്. എന്തിന്? എന്താ വിനായകൻ ചെയ്തത്? വിനായകനെ ഫ്ലാറ്റിൽ കിടന്ന് തെറി വിളിക്കുന്ന, അതിന് ശേഷം വീഡിയോ നമ്മൾ കണ്ട് ഇതുപോലെ വിവരക്കേട് കാണിച്ചിട്ട് വിനായകൻ്റെ നിറമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വിനായകൻ്റെ അതാണോ ഇതാണോ എന്ന് ചോദിച്ചാൽ മതി. വിവരക്കേട് ആര് ചെയ്താലും വിവരക്കേട്. ഒരു എയർപോർട്ടിൽ വിനായകൻ കച്ചറ ഉണ്ടാക്കുന്ന വിഷ്വൽസ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ലാസ്റ്റ് തുണി പൊക്കി കാണിക്കുന്ന വിനായകൻ. അപ്പോൾ ആർക്കും മിണ്ടാട്ടമില്ല കേട്ടോ. അപ്പോൾ കയ്യിൽ പോയി. അപ്പോൾ വിനായകൻ്റെ നിറമാണോ എന്ന് അതിന് ചോദിക്കാൻ പറ്റില്ല. ഇത് തന്നെ പ്രശ്നം. മാനമര്യാദയായിട്ട് നടക്കുന്ന ആർക്കും ഒരു പ്രശ്നമില്ല. ഇവിടെ കച്ചറ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് കുറേ എണ്ണം വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് മേൽജാതി കീഴ്ജാതി എന്ന് പറയുന്ന പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു. ഇന്ന് നേരെ തിരിച്ചു കൊണ്ടത്. ചില ആൾക്കാർക്ക് ഇത് പറഞ്ഞ് ഇവർ ഇതിനകത്തങ്ങ് ആയിപ്പോയി. എന്ത് പറഞ്ഞാലും രാവിലെ ചായയുടെ കൂടെ ഒരു ജാതി പറയണം, ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ പുളിശ്ശേരിയും സാമ്പാറും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും ജാതി പറയണം, രാത്രിയിലും അവർക്ക്
എന്തെങ്കിലും കഴിക്കുന്നതിൻ്റെ കൂടെ ജാതി പറയണം. ഇങ്ങനെ ജാതി ചിന്ത തിരിച്ചു മുകളിലേക്കും പല ആൾക്കാരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഇതിനകത്ത് പെട്ടുപോയെന്നുള്ളതാണ് പ്രശ്നം. പെട്ടുപോയെന്നുള്ളതാണ്. ജാതിപരമായിട്ട് പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ചില ആൾക്കാരെങ്കിലും ഇത് ഭയങ്കര ടോക്സിക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ തെറ്റായ രീതിയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റായ രീതിയിൽ. ഒരു തെറ്റ് ചെയ്ത ഒരാൾ, അത് അവൻ്റെ നിറമോ ജാതി ഒന്നും നോക്കണ്ട, മതം ഒന്നും നോക്കണ്ട, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുന്ന അന്തസ്സ് വേണം. അല്ലാതെ കുറേ എണ്ണം വന്നിട്ട് രാവിലെ ലഹരി കേസ് പിടിച്ചവൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഭയങ്കരം തന്നെ അവൻ്റെ മുൻനിലപാടിനെ പറ്റി ആരെങ്കിലും ഇവിടെ പറയുന്നു. പക്ഷെ അയാളെ എന്തിൻ്റെ പേരിലാണ് പിടിച്ചിരിക്കുന്നത്? അയാളുടെ നിലപാടിൻ്റെ പേരിലാണോ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന പോലീസ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും കൂടെ ഭരണകൂട ഭീകരതയാണെന്ന് ഞാൻ പറയാം. അല്ല, ഇവിടെ പുലിപ്പല്ല് കൈവച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിച്ചു. ഈ കേസിൽ പിടിച്ച ഒരു വ്യക്തിയെ വെളുപ്പിക്കാൻ കുറേ എണ്ണം വന്നുകൊണ്ടിരിക്കുകയാണ്. വെളുപ്പിക്കാൻ ഈ നാട്ടിൽ സൽമാൻ ഖാനില്ലേ, കാട്ടിൽ കയറി വെടിവെച്ചതിന് അയാൾ ഏരി കിടന്നിട്ടുണ്ട്. ആ നാട്ടിൽ തന്നെ നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ കേസുണ്ടല്ലോ. എപ്പം എന്തിനാ ഈ വെളുപ്പിക്കുന്ന നിങ്ങൾ? ജാതി പറഞ്ഞ് മതം പറഞ്ഞ് തെറ്റ് ഒരുത്തൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ്റെ ഏത് തെറ്റല്ലേ? അങ്ങനല്ലേ പറയേണ്ടത്? ഒരുത്തൻ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞു, ഇത്ര കഞ്ചാവ് വലിയുടെ ചുച്ചിടുവാവേ എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ വെളുപ്പിക്കേണ്ട കാര്യമുണ്ടോ? പൂട്ടിയടിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ കൂടുതലേ ശ്രീലക്ഷ്മി അറക്കലിനോടൊന്നും പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ ഭയങ്കര ടോക്സിക് ആയിട്ടാണ് ഈ സംഭവം വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്താലും ചില ആൾക്കാർ ജാതി പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാതി പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുകയാണ്. ഇവർ വാ തുറന്ന ജാതിയെ പറയത്തുള്ളൂ. സത്യം ഇവരാണ് സത്യത്തിൽ ഇപ്പോൾ സമൂഹത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുത്തൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ തള്ളിപ്പറയല്ലേ ചെയ്ത് ജാതി പറഞ്ഞിട്ട്, നിറം പറഞ്ഞിട്ട്, അവന് മുൻനിലപാടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം വെളുപ്പിക്കാനിരിക്കുക. കുറേ എണ്ണം വെളുപ്പിക്കാനിരിക്കുക. ഇത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. സൊസൈറ്റി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സൊസൈറ്റിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ജനതയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിപ്പോഴും അനുഭവിക്കുന്നുണ്ട് അവർ, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതിനോടൊപ്പം നമ്മൾ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കും. പക്ഷേ നിങ്ങൾക്കുള്ളിൽ പെടുന്ന ചില ആൾക്കാർ അവർക്ക് ബാക്കിയുള്ളവരോട് ദേഷ്യമായി മാറുന്നു, വെറുപ്പായി മാറുന്നു. അവരെന്ത് ചെയ്താലും നിങ്ങൾ ജാതി പറഞ്ഞ് അവരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. അത് വേണ്ട. അങ്ങനെ ഒരു അവകാശം, ഒരു സ്വാതന്ത്ര്യം ഈ നാട്ടിൽ ആർക്കും ഇല്ല. വിമർശിക്കണം, പക്ഷേ ഈ നാട്ടിൽ ലീഗലല്ലാത്തൊരു കാര്യം ചെയ്തിട്ട് അയാളെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്ന ഇവിടെ കുറേ എണ്ണം വന്നിട്ട് വെളുപ്പിക്കുക, പൊട്ടിയടിച്ചുകൊണ്ടിരിക്കുക. നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? ലീഗലല്ലാതെ ഒരാൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അയാളെ മുൻനിലപാട് വെച്ചിട്ട് ഇപ്പം വന്നിട്ട് പിന്നെ സ്വാതന്ത്ര്യ സമരത്തിനാണല്ലോ പോയത്. ആദ്യമായിട്ട് പേജ് കാണുന്നത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും.